ചില ആളുകളൊക്കെ വാട്സപ്പ് ചുമ്മാ അങ്ങ് മൊബൈൽ നമ്പർ കൊടുത്ത് അങ്ങ് ലോഗിൻ ചെയ്യും. പക്ഷെ അതിനകത്തുള്ള സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചെയ്യാറില്ല. പിന്നെ ആരെങ്കിലും അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് പോവുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ വരുന്ന സമയത്താണ് പല ആളുകളുടെ അടുത്ത് പോകും. നമ്മുടെ വാട്സപ്പിൻ്റെ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും, അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, വാട്സപ്പിൽ ഹാക്ക് ചെയ്ത് എങ്ങനെയാണ് വാട്സപ്പ് ഹാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുക, എൻ്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പല ആളുകളും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു ആശങ്കയുള്ള സമയത്തും അവർ പ്രധാനമായിട്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. എല്ലാ അപ്ഡേറ്റിലും വാട്സപ്പ് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട്. വാട്സപ്പിൻ്റെ ഓരോ അപ്ഡേറ്റിലും നമുക്കറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാട്സപ്പ് ബാക്കപ്പിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബാക്കപ്പ് മറ്റാരും ചോർത്തി കൊണ്ടുപോകാതിരിക്കുന്നതിന് നമുക്ക് സെക്യൂർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് കഴിഞ്ഞ അപ്ഡേറ്റിൽ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വാട്സപ്പിൽ വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ഏറ്റവും ആദ്യത്തിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് വാട്സപ്പിൽ എങ്ങനെയൊക്കെ നമുക്ക് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമുക്ക് വാട്സ്ആപ്പ് എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഒരു ക്യാമറയുടെ ചിഹ്നത്തിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ലിങ്ക് എ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. നമ്മുടെ മൊബൈൽ ഫോണിലെ ലോക്കിന് നമ്മൾ നൽകിയിരിക്കുന്ന പാസ്വേഡ്, ചില മൊബൈൽ ഫോണിൽ ഫിംഗർ ലോക്ക് ആയിരിക്കും, ചില മൊബൈൽ ഫോണിൽ ഫേസ് ലോക്ക് ആയിരിക്കും, ചിലർ പിൻ നമ്പർ ഇട്ടതായിരിക്കും, പാറ്റേൺ ലോക്ക് ഇട്ടതായിരിക്കും. എന്തായാലും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ലോക്ക് എങ്കിൽ അത് ഇതുപോലെ നിങ്ങൾ ആ ഒരു ലോക്ക് ഇവിടെ നൽകി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്യാമറ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ ചോർത്തി കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ലോക്ക് ഇട്ടിരിക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ലോക്കാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ചോർത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ നൽകിയിരിക്കുന്ന ലോക്ക് ഇവിടെ ചോദിക്കും. അത് അവർക്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇത് സ്കാൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങളുടെ പാസ്വേഡ് മറ്റുള്ളവർക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വാട്സപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ വാട്സപ്പിൻ്റെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ആ ഡിവൈസ് എന്നുള്ള കാണുന്ന ഭാഗത്ത് തൊട്ട് താഴെയായിട്ട് നമുക്ക് കുറച്ച് ബ്രൗസറുകളുടെ ചിഹ്നം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ മൊസില്ല ഫയർ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം എന്നുള്ള ഒരുപാട് ബ്രൗസർ ചിഹ്നങ്ങൾ കാണാൻ സാധിക്കും. ഇത് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളണം നിങ്ങളുടെ വാട്സപ്പ് ആരോ ചോർത്തുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്, അതും നിങ്ങളുടെ വാട്സപ്പ് ആരോ ചോർത്തി കൊണ്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത അതിൻ്റെ അവസാന ഭാഗത്ത് 3 ഡോട്ട് കാണും. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരാണോ നിങ്ങളുടെ വാട്സപ്പ് ചോർത്തി കൊണ്ടുപോയത് അവരുടെ മൊബൈൽ ഫോണിൽ അത് സൈൻ ഔട്ട് ആകും. പിന്നീട് അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് രണ്ടാമത് സ്കാൻ ചെയ്യണം, എന്നാൽ ലഭിക്കുകയുള്ളൂ. ഉടനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് മാറ്റുക, സെക്യൂർ വർദ്ധിപ്പിക്കുക. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്ര ആളുകളുള്ളൂ. ഇപ്പോൾ ഏറ്റവും സീക്രട്ടായിട്ട് മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന, അപ്പോൾ കാമുകന്മാർ ഒക്കെ ആളുകളുണ്ടാവും. അത്ര ആളുകളിലൊക്കെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ, നിങ്ങൾ ആരോടാണോ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അവരുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു QR കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. താഴെ ഭാഗത്ത് കുറച്ച് കോഡുകളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ്, അതായത് നിങ്ങൾ ആരുടെ വാട്സപ്പ് ആണോ നിങ്ങൾ സെക്യൂർ ആക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ QR കോഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഈ താഴെ കാണുന്ന ഭാഗത്ത് സ്കാൻ കോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഈ ക്യാമറ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച ആ QR കോഡ് നിങ്ങളുടെ ആരോടാണോ നിങ്ങൾ സീക്രട്ട് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഈ ഒരു QR കോഡിൽ നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈ സ്കാൻ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു QR കോഡ് സ്കാനർ കാണിക്കും. ഇവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്യൂരിറ്റി, അതായത് ആ വ്യക്തിയുമായി നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പം അത് കൂടുതൽ സെക്യൂരിറ്റി ആയി. അതായത് നിങ്ങളുടെ ആ കോഡുകൾ മറ്റാർക്കും ഇനി ലഭിക്കില്ല. അതായത്
നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് മറ്റുള്ള സെർവറിൽ സേവ് ആകില്ല, അത് മൂന്നാമതൊരാൾക്ക് കാണില്ല എന്നാണ് വാട്സപ്പ് അറിയിച്ചിരിക്കുന്നത്. താഴെ കാണുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും ടു വെരിഫൈ ദാറ്റ് മെസ്സേജ് ആൻഡ് കോൾ വിത്ത് ആ വ്യക്തിയുടെ പേരും പിന്നെ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്നുള്ള കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയുമായുള്ള ചാറ്റിംഗ് മെസ്സേജ് കോളുകളൊന്നും അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും, അത് വെരിഫൈ ചെയ്യാനുള്ള QR കോഡാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോടാണോ നിങ്ങളുടെ കാമുകിയുമായിട്ടുള്ള സീക്രട്ട് ചാറ്റാണെങ്കിൽ കാമുകിയുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്യുക, ഈ ഒരു QR കോഡ് ഓപ്പൺ ചെയ്യുക, ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളും കാമുകിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തെത്തുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾ ഈ സ്കാൻ കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാമുകിയുടെ ഈ ഒരു QR കോഡിൽ സ്കാൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ ചാറ്റിങ്ങുകളും നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വാട്സപ്പിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ രണ്ടാമതായി സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഫോൺ എന്നുള്ള ഓപ്ഷൻ. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആയിരിക്കും, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരും സ്കാൻ ചെയ്ത് കൊണ്ടുപോകുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലോട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെക്യൂർ ആണോ ചെക്ക് ചെയ്യാം. നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുള്ള നിങ്ങൾക്ക് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ജാഗ്രതയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഈ ഭാഗം നിങ്ങൾ ഓണാക്കി കൊടുക്കണം. അതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാട്സപ്പിന് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്നാമതായിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. പല ആളുകളും ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു വെക്കാറില്ല. കാരണം നമ്മൾ പല വീഡിയോയിലും ഈ കാര്യം പറയുന്നുണ്ട്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു വെക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന പാസ്വേഡ് കിട്ടിയാലേ അവർക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില ആളുകളൊക്കെ ചെയ്യുന്നില്ല. വാട്സപ്പ് ഹാക്കായി പോവുകയോ മറ്റെന്തെങ്കിലും അപകടം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന സമയത്തായിരിക്കും അവർ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കാര്യം ചെയ്തു വെക്കണം. ഈ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് എനേബിൾ എന്ന ഓപ്ഷൻ കാണും, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 6 അക്ക പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം ആ ഒരു 6 അക്ക പാസ്വേഡ് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കും. ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു പാസ്വേഡ് രണ്ടാമത് നൽകിയ ശേഷം നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ നൽകണം. ചില ആളുകൾ ഏറ്റവും മുകളിൽ സ്കിപ്പ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് പോകും. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഈ പാസ്വേഡ് എങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പുമായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യണം. എന്നിട്ട് അവരുടെ അനുവാദത്തിന് കാത്തിരിക്കണം. ചിലപ്പോൾ 1 മാസം കൊണ്ടൊക്കെ ഓപ്പണായി കിട്ടും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP തിരിച്ചു കൊടുത്തു നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ആ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നൽകി കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു ഇമെയിൽ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേ ഇമെയിൽ അഡ്രസ്സ് തന്നെ നൽകി കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നമ്മൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതാ കാണാൻ സാധിക്കും നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾഡ് എന്ന് കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ പാസ്വേഡ് വെച്ച് നമ്മുടെ വാട്സപ്പ് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ പാസ്വേഡ് കൊടുത്താലേ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ആകുള്ളൂ. ഇനി നമ്മൾ അഞ്ചാമതായി പരിശോധിക്കുന്നത് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ എൻഡ് ടു എൻക്രിപ്റ്റഡ് കാണാൻ സാധിക്കും ബാക്കപ്പ്. ഇവിടെ നേരത്തെ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് ഇവിടെ ഓൺ ആണ്. നേരത്തെ ഇത് ഓഫ് ആയിരുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾ ബാക്കപ്പ് ചെയ്യാറുണ്ടോ നോക്കണം ആദ്യം. ബാക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കാര്യമുള്ളൂ. ബാക്കപ്പ് നിർബന്ധമായി ചെയ്യാൻ ശ്രമിക്കുക. ബാക്കപ്പ് എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ബാക്കപ്പ് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും, ബാക്കപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമുക്ക് ബാക്കപ്പ് ചെയ്ത മെസ്സേജ് തിരിച്ച് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ എത്തിയ ഉടനെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഇനി ഇത് വിശദമായിട്ട് നമ്മൾ പറയുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും.
അപ്പോൾ ആ വീഡിയോ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നമ്മുടെ ഈ ബാക്കപ്പ് ചാറ്റുകൾ എങ്ങനെ നമുക്ക് സെക്യൂറായിട്ട് എൻക്രിപ്റ്റഡ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കും End-to-End എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആണ്. അത് ഓഫ് ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ. നിങ്ങളത് ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കപ്പും സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ട ഭാഗങ്ങൾ, നിങ്ങളുടെ വാട്സപ്പ് മറ്റുള്ള ഹാക്ക് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട സെക്യൂരിറ്റി കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.